ലയണൽ മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും കേരള സന്ദർശനം സംബന്ധിച്ച് കായിക മന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. കേരളത്തിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് പ്രകാരം ലയണൽ മെസ്സിയും അർജന്റീന ടീമിനെയും നേരിട്ട് കാണാനുള്ള കേരളത്തിന്റെ സ്വപ്നം ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ ആയിരിക്കും. കൊച്ചി നെഹ്റു സ്റ്റേഡിയം സൗഹൃദ മത്സരങ്ങളുടെ വേദിയായി പരിഗണിക്കപ്പെടുന്നുണ്ട്. 2 മത്സരങ്ങൾ അർജന്റീന കളിക്കുമെന്നും ആരാധകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി 20 മിനിറ്റ് പൊതുപരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്പെയിനിൽ വെച്ച് അർജന്റീന ടീമുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. ഫിഫ പ്രതിനിധികൾ അടുത്തിടെ കേരളത്തിലെത്തിയ ശേഷമേ അന്തിമ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയുള്ളൂ. എന്നാൽ ഒക്ടോബർ അവസാന വാരമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉയരുകയാണ്. ഫിഫയുടെ 2023 അന്താരാഷ്ട്ര മത്സര ചട്ടപ്രകാരം കളിക്കാരെ ക്ലബ്ബുകൾ വിട്ടു നൽകുന്ന വിൻഡോ ഒക്ടോബർ 6 മുതൽ 14 അല്ലെങ്കിൽ നവംബർ 10 മുതൽ 18 വരെ മാത്രമാണ്. മെസ്സിയുടെ ക്ലബ്ബ് ഇന്റർ മയാമി ഒക്ടോബർ 19 വരെ കളികളിൽ പങ്കെടുക്കും. ഈ സാഹചര്യത്തിൽ ലയണൽ മെസ്സിയും അർജന്റീനയും മറ്റു പ്രധാന താരങ്ങളും കേരളത്തിൽ എത്തുമോ എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നു. എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ ഉടൻ കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നുമുണ്ട്. കലാപരിപാടികൾക്കും സൗഹൃദ മത്സരങ്ങൾക്കും എല്ലാം അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പ് ചാമ്പ്യന്മാരുടെ സന്ദർശനം എത്രമാത്രം സഫലമാവും? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള വ്യക്തത ലഭിക്കുമ്പോൾ മാത്രമേ ആരാധകരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകൂ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.